ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മളൊന്ന് കുഞ്ഞൊക്കെ പിടിച്ച് ചെറിയ ചെറിയ പാവലുകളൊക്കെ പിടിച്ചിട്ട് അതിനെ നമുക്ക് തീറ്റയായിട്ട് കൊടുത്ത് പാരയൊക്കെ പിടിക്കുന്നുണ്ടെന്ന് കേട്ടു. അങ്ങനെ പോകാനുള്ളൊരു സെറ്റപ്പാണ്. അതായത് കായലിൽ ഈ ചെറിയൊരു കുഞ്ഞു മീനുകളിലും കൊഞ്ചിലൊക്കെ പാര എടുക്കും. പാര അങ്ങനെയുള്ള ചെറിയ ഏറ്റവും വേറെ മീനുകൾ എടുക്കും. അപ്പോൾ നമുക്കതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുളത്തിൽ വന്നിട്ടുണ്ട്. ചെറിയ മീനുകളിവിടെ ഉണ്ട്, നമുക്ക് കാണിച്ചു തരാം. നമുക്ക് അരിച്ച് പിടിക്കണം. അവിടെ അരിച്ച് പിടിച്ചാലേ കിട്ടുള്ളൂ. നമ്മളെ ഈ കൊതുക് വരയില്ലേ, ആ വലയ്ക്കാണ് നമുക്ക് അരിച്ച് പിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വലയ്ക്കാണ് അരിക്കേണ്ടത്. നമുക്കൊന്ന് അരിച്ച് പൊടി കൊഞ്ചൊക്കെ കിട്ടുമോ നോക്കാം. ഓക്കെ, ഇതിലോട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ ശരി. ഉണ്ടോ അവിടെ സാധനം ഉണ്ട് കേട്ടോ. പൈസ കേട്ടോ. ഇത് അരിക്കും തോറും അതിൽ നിന്ന് ഇളവും. ചെറിയ ലൈറ്റും കണ്ടോ, നത്തയെന്നൊക്കെ പറയും ഇവിടെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പറയും. അവിടെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. നിങ്ങളൊക്കെ പറയണം. കൊഞ്ച് കാണാം. ബ്രാലിൻ്റെ കുഞ്ഞ് പിടിച്ച് നോക്കിയാൽ കാണാം. അവിടെ ആ പായലിൻ്റെ ഇടയ്ക്ക് കൂടെ ഇറങ്ങി വരുന്നുണ്ടോ കുഞ്ഞും ബ്രാലി. ഇതിനകത്തോട്ട് നത്തെ എടുത്ത് കൊഞ്ച് നമ്മളെ മീൻ മാത്രമേ കാണുന്നുള്ളൂ. കൊഞ്ച് കിടക്കും. ഒരരിപ്പൂടെ അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മളിതിനെ കൊണ്ടുപോയിട്ടാണ് ഇനി മീനുകൾ ചെറിയ മീനുകളൊക്കെ കിട്ടുന്നുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കൊടുത്തിട്ടാണ് മീനുകൾ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി സ്പോട്ടിൽ കാണാം. തിരിച്ച് സ്ഥലത്തോട്ട് പോവുകയാണ്. നമുക്ക് വണ്ടിയിൽ കൊണ്ടുവച്ച്
സൂക്ഷിച്ച് വയ്ക്കണം, അല്ലെങ്കിൽ കളയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു മീനുകളൊക്കെ സേഫായിട്ട് വച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ജീവനോടെ അവിടെ എത്തിക്കണം. അതാണ് നമ്മുടെ അടുത്ത മെയിൻ പണി. കാര്യം ജീവനോടെ ഇട്ട് കഴിഞ്ഞാലേ പെട്ടെന്ന് മീൻ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ജീവനോടെ അല്ലെങ്കിലും നമ്മളിതിനെ കൊരുത്ത് മീൻ പിടിക്കുന്നതാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇനി സ്ഥലത്ത് കാണാം. സ്ഥലത്ത് കണ്ട് എത്താറായിട്ടുണ്ട്. എല്ലാം ഇത് കാട് വഴിക്കൊക്കെയാണ് നമ്മൾ പോണത്. അതായത് പൊഴിയിലാണ്, കടലും കായലും കൂടെ വന്ന പൊഴി മൊത്തം കലങ്ങലാണ്. നമുക്ക് നമ്മുടെ സ്ഥലത്താറായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സ്ഥലത്ത് വന്നിട്ടുണ്ട്. നല്ല കലങ്ങളാണ്. വീഡിയോ കാണുമ്പോഴേക്കും നിങ്ങൾക്കറിയാം, ഭയങ്കര കലങ്ങളാണ്. കായലാണ്. കായൽ തൊട്ടടുത്താണ്. നമ്മൾ കടൽ വരുന്നത് തൊട്ടടുത്താണ്. നമുക്ക് അങ്ങോട്ട് നമ്മൾ സ്ഥലത്ത് വന്നിട്ടുണ്ട്. റോഡും റീലൊക്കെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. പിന്നെ സിയനയുടെ 1000ൻ്റെ റീല് ഉണ്ടാവും. പുതിയ ടൈപ്പാണ്. അപ്പോൾ അതിൽ വരുന്ന ബ്രൈഡ് വന്നിട്ട് RLB ബ്രൈഡ്. അതുപോലെ ചെറിയ ലീഡർ ലൈൻ ഇട്ടിട്ടുണ്ട്. 18 LBയുടെ 18 LBയുടെ അല്ല, RLBയുടെ ബ്രൈഡ് ഇട്ടിട്ടുണ്ട്. കുഞ്ഞ് ചൂണ്ട, ചെറിയൊരു കുഞ്ഞു ചൂണ്ട, അതായത് കരിമീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു ചൂണ്ട. ചെറിയൊരു മണി ഇട്ടിട്ടുണ്ട്. ചെറിയൊരു മണി ഇട്ടിട്ടുണ്ട്. ചെറിയൊരു കുഞ്ഞു ഈയാണ്. അപ്പോൾ നമുക്കിതിനെ അടുത്ത് നമ്മൾ പിടിച്ച കൊഞ്ച് നമുക്കിതൊരു പുറത്ത് അങ്ങോട്ട് എറിയണം. ഇത് പിടിക്കുമെന്നറിയില്ല. കാര്യം നല്ല കലങ്ങളുണ്ട്. നിങ്ങൾ പിടിക്കുന്ന നോക്കാം. സാധനം ഇത്രയേ ഉള്ളൂ. ചെറുതാണ്, തീരെ ചെറുതാണ്. അപ്പോൾ നമ്മൾ പറ്റിയ ചൂണ്ടെന്ന് പറയുമ്പോഴേക്കും ഇതാണ്. അപ്പോൾ 22-ാം നമ്പർ ചൂണ്ട, കരിമീനുള്ള ചൂണ്ട. അതിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ കയറി പിടിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കുറച്ചിട്ടുള്ളത്. ഇങ്ങനെ ജീവൻ അങ്ങനെ കളിച്ച് കിടക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ അനിയും ചെറുക്കാൻ മാലാവ് പിടിക്കാൻ വേണ്ടി ഇരിപ്പുണ്ട്. എന്താ, പക്ഷെ അവനും കുറച്ച് നേരമായി ഇരുന്ന് തുടങ്ങിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും കിളി കുഞ്ഞൻ മീനാണ്. ഉള്ളിൽ പോയെന്നാണ് തോന്നുന്നത്. കിളി വേളാപ്പാറ വലുത്. വേളാപ്പാറ എൻ്റെ പൊന്ന് എന്തിനടേ വേളാപ്പാറ വലുത്. വലിയ പാറ, വലിയ കിട്ടിയ മീൻ. വലിയ അമൂറിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വലിയ മീനാവുന്നതാണ്. നമുക്ക് പിന്നെ ചെറിയ ചെറിയ മീൻ, കുഞ്ഞു മീനുകളിൽ കിട്ടിയ സാധനങ്ങളാണ് ഇതെല്ലാം. വീഡിയോ എല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കാര്യം വീഡിയോ എടുക്കാൻ ആളില്ലായിരുന്നു. ഓക്കെ, നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത് പുതിയൊരു വീഡിയോ ഞാൻ വരും. ബൈ.